ഇന്നത്തെ പത്രത്തിൽ നിന്ന് നമുക്കാവശ്യമുള്ള വാർത്തകളിലൂടെ ഒന്ന് കണ്ണോടിച്ചാലോ? അറബിക്കടലിൽ കേരള തീരത്ത് വീണ്ടും കപ്പലപകടം നടന്നു. 3 ആഴ്ചയ്ക്കുള്ളിൽ കേരള തീരത്തുണ്ടാകുന്ന രണ്ടാമത്തെ കപ്പലപകടമാണിത്. സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത വാൻഹൈ 503 എന്ന കപ്പലിനാണ് തീപിടിച്ചത്. കടലിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കി മത്സ്യസമ്പത്തിൻ്റെ സംരക്ഷണവും തീരദേശ വികസനവും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശുചിത്വ സാഗരം പദ്ധതി. ഇത് ആരംഭിച്ചത് 2017 നവംബറിലാണ്. പോർച്ചുഗലിന് യുവേഫ നേഷൻസ് ലീഗ് ഫുട്ബോൾ കിരീടം ലഭിച്ചു. ഷൂട്ടൗട്ടിലൂടെ സ്പെയിനിനെയാണ് പോർച്ചുഗൽ പരാജയപ്പെടുത്തി ജേതാക്കളായത്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര വീണ്ടും മാറ്റി. 11-ാം തീയതിയിലേക്കാണ് മാറ്റിയത്. സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിലാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. ഡ്രാഗൺ C213 പേടകത്തിലാണ് യാത്രികർ ഇരിക്കുക. പെഗ്ഗി വിറ്റ്സൺ, സ്ലാവോസ് വിസ്നേവ്സ്കി, ടിംബോർ കാപു എന്നിവരാണ് അദ്ദേഹത്തിൻ്റെ സഹയാത്രികർ. പെഗ്ഗിയാണ് ദൗത്യത്തെ നയിക്കുന്നത്. ശുഭാംശു പൈലറ്റാണ്. ലഫ്റ്റനൻറ്റ് ജനറൽ രാജീവ് ഖായിയെ കരസേന ഉപമേധാവിയായി നിയമിച്ചു.